തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പണമില്ലെന്ന പി.വി. അൻവറിന്റെ പരാമർശം തന്നെ സന്തോഷിപ്പിക്കുന്നില്ലെന്ന് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ്. അൻവർ ഇപ്പോൾ ഇടതുപക്ഷത്ത് അല്ലാത്തതുകൊണ്ട് അത് സംബന്ധിച്ച് യാതൊന്നും പ്രതികരിക്കാനില്ല. ജനാധിപത്യത്തിൽ കുത്തക മണ്ഡലം എന്നൊന്നില്ല. ആര്യാടൻ തുടർച്ചയായി ജയിച്ചതൊക്കെ പഴയ കഥയാണെന്നും അതിനുശേഷം ഇടതുപക്ഷം 2 തവണ ജയിച്ച മണ്ഡലമാണ് നിലമ്പൂരെന്നും റോഡ് ഷോയ്ക്കിടെ എം സ്വരാജ് ഞങ്ങളുടെ പ്രതിനിധി മഹേഷ് ചന്ദ്രനോട് പറഞ്ഞു. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചത്. ഇടയ്ക്ക് പാർട്ടി ചിഹ്നത്തിലും ഇവിടെ മത്സരിക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ 2-3 തവണ സ്വതന്ത്ര ചിഹ്നത്തിലായിരുന്നു. കഴിഞ്ഞ 2 തവണ മത്സരിച്ച് വിജയിച്ചയാൾ പിന്നീട് രാജിവെച്ചപ്പോഴാണല്ലോ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ ഇവിടെ സ്ഥാനാർത്ഥി വരുന്നു എന്നത് സ്വാഭാവികമായും LDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടാവും. സിറ്റിംഗ് MLA ആയിരുന്നു അൻവർ. ഇടതുപക്ഷവുമായി കലഹിച്ച് പുറത്തേക്ക് പോയി. അദ്ദേഹം UDF ഭാഗമാകുന്നത് ഇപ്പോൾ UDF എത്തിയില്ല. UDF ഇല്ല എന്നും പ്രഖ്യാപിച്ചു. മത്സരിക്കാനില്ലെന്നും പ്രഖ്യാപിച്ചു. തന്റെ കയ്യിൽ പൈസ ഒന്നുമില്ലെന്നും വിലപിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടിട്ടില്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെയൊക്കെയാണെങ്കിൽ ഞാനതിലൊന്നും ആഹ്ലാദിക്കുന്ന ആളല്ല. പക്ഷേ അദ്ദേഹം ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ മുൻപിലുള്ള ഒരു പ്രശ്നമല്ല, UDFന്റെ പ്രശ്നമാണ്. അത് അവർ പരിഹരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനാവൂ. ഞാൻ മറ്റൊരു കാര്യങ്ങളിലേക്കും ആ വിഷയത്തിൽ കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേയില്ല. വിജയപ്രതീക്ഷ എത്രത്തോളം? പൂർണ്ണമായും 100% കൂടുതൽ. കാരണം ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് തന്നെ അതീതമായി നല്ലൊരു വിഭാഗം ആളുകൾ LDFന്റെ വികസന നേട്ടങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ അതെല്ലാം കൂടുതൽ ശക്തമായി മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ ജനകീയ ആഗ്രഹം ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. UDF കുത്തയായി വെച്ച മണ്ഡലമായിരുന്നു 30 വർഷത്തോളം ആര്യാടൻ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ തട്ടകമാണെന്നാണ് UDF അവകാശപ്പെടുന്നത്. ജനാധിപത്യത്തിൽ അങ്ങനെ തട്ടകങ്ങളൊന്നുമില്ല. മാത്രമല്ല, നിങ്ങൾ പറഞ്ഞതൊക്കെ പഴയ കഥയാണ്. അത് കഴിഞ്ഞ് 2 തവണ ഇവിടെ ഇടതുപക്ഷം വിജയിച്ചല്ലോ. അതുകൊണ്ട് തന്നെ UDFന്റെ തട്ടകം എന്നൊക്കെ പറയുന്നത് ഒരു പഴയ ഓർമ്മയിൽ നിന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തട്ടകമെന്ന് പറയുന്ന കാലത്ത് തന്നെ പാർലമെന്റിലേക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ നിലമ്പൂർ മണ്ഡലം വമ്പിച്ച ഭൂരിപക്ഷം കൊടുത്തിട്ടുണ്ട് ആ സ്ഥാനാർത്ഥിക്ക്. അപ്പോൾ ജനാധിപത്യത്തിൽ അങ്ങനെ തട്ടകം കോട്ട എന്നൊന്നും പറയുന്നതിന് വലിയ അർത്ഥമില്ല എന്നതാണ് വസ്തുത.